ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സൂറത്തുൽ അഹ്സാബിലെ 49-ാം വചനമാണ് പറഞ്ഞു വന്നത്. ഈ വചനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട തലാഖുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ തലാഖ് എങ്ങനെയുള്ള തലാഖ്? മിൻ ഖബിലി അൻ തമസ്സൂഹുൻ, സ്ത്രീകളെ പ്രാപിക്കുന്നതിന് മുമ്പ് തലാഖ് നടന്നാൽ അതുമായി ബന്ധപ്പെട്ട ആയത്താണിത്. നമ്മൾ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളെ നിങ്ങൾ നിക്കാഹ് ചെയ്താൽ. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം വിവാഹ ഉടമ്പടിയാണ്. നിക്കാഹ് രണ്ടർത്ഥത്തിൽ പറയും. അതുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെ അതിൽ ഇവിടെ നിക്കാഹ് കൊണ്ട് ഉദ്ദേശം എന്താണ്? അഖദാണ്. അഖദുൽ നിക്കാഹ്, വിവാഹ ഉടമ്പടി. നിക്കാഹ് പറയും, ജിമാ എന്ന് പറയും. ഇഫ്അലു കുല്ല ഷൈഇൻ മാ ഖലൻ നിക്കാഹ്, നിക്കാഹ് ഒഴിച്ചുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുക. അതേത് വിഷയത്തിൽ? ഈ ജൂതർ അന്ന് കാലങ്ങളിൽ സ്ത്രീകൾ പീരീഡ്സിലായാൽ, അവർ ഋതുമതികളായിട്ടുണ്ടെങ്കിൽ അവരോട് കൂടെ ഇരിക്കുകയോ കൂടെ ഭക്ഷണം കഴിക്കുകയോ വീട്ടിൽ സമ്മതിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനത്തായിരുന്നു സ്ത്രീകളോട് ചെയ്തിരുന്നത് ജൂതർ അന്ന് വിശുദ്ധ മദീനയിൽ. സ്ത്രീകൾക്ക് ആർത്തവായിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ സമ്മതിക്കില്ല, കൂടെ ഇരിക്കുകയോ കൂടെ തിന്നുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യില്ല. അവർക്ക് ഭയങ്കര ഇതായിരുന്നു, അകൽച്ചയായിരുന്നു. അവിടേക്കാണ് മുസ്ലിങ്ങൾ വരുന്നത്, അവിടെയാണ് ഇസ്ലാം വളരുന്നത്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവതരിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യസ്അലൂനക അനിൽ മഹീദ്, ഇവിടെ സൂറത്തുൽ ബഖറയിൽ ആയത്തിറങ്ങിയില്ലേ, യസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫഅതസിലു നിസാ ഫിൽ മഹീദ് എന്നുള്ള ആയത്തിറക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞാണ്, ഇഫ്അലു കുല്ല ഷൈഇൻ, ഋതുമതിയായ സ്ത്രീയുമായിട്ട് എന്തും ചെയ്തോളി, ഇല്ല നിക്കാഹ്, നിക്കാഹ് ഒഴിച്ച്. അവിടെ എന്താ നിക്കാഹ്? ശാരീരികമായിട്ടുള്ള ബന്ധമാണ്, ലൈംഗിക ബന്ധമാണ്. അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിക്കാഹ് അങ്ങനെ ആ അർത്ഥത്തിൽ വരും. പക്ഷേ ഇവിടെ ഉദ്ദേശം നിക്കാഹുൽ മുഅ്മിന എന്ന് പറഞ്ഞാൽ വിവാഹ ഉടമ്പടിയാണ്. അത് ഏകോപിച്ച ഒരഭിപ്രായം. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളെ നിക്കാഹ് ചെയ്താൽ. നമ്മൾ പറഞ്ഞു ഇവിടെ മുഅ്മിനാത്ത് എന്നുള്ളത് എന്തിനാണ്? അത് ഗാലിബിനെ ഉദ്ദേശിച്ചാണ്. സാധാരണ മുഅ്മിനാത്തുകളെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് മുസ്ലിമീങ്ങളുടെ രീതി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരെ കല്യാണം കഴിക്കാം, അവരെ കല്യാണം കഴിച്ചാൽ ഇത് തന്നെയാണ് വിധി. വേദക്കാരിയെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവളുമായി അറയിൽ കൂടുന്നതിന് മുമ്പ് അവളെ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്താ? അവൾക്ക് ഇരിക്കേണ്ട കാര്യമല്ല, പകുതി മഹറും അവൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനാത്ത് എന്ന് പ്രയോഗിച്ച് എന്തിനാ മുഅ്മിനാത്ത് പ്രയോഗിച്ചത്? ഒന്ന് മുസ്ലിമീങ്ങളുടെ പതിവും രീതിയും ഗാലിബ് മുഅ്മിനാത്തുകളെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് മുഅ്മിനാത്തിനെ. പിന്നെ മുഅ്മിനാത്തിനെ കല്യാണം കഴിക്കേണ്ടതെന്നുള്ളൊരു പ്രചോദനം ഈ പ്രയോഗത്തിലുള്ളതാണ്. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ മുഅ്മിനാത്തുകളായ സ്ത്രീകളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു പ്രചോദനം. മറ്റേത് അനുവദനീയമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കുന്നത് ആരെ കല്യാണം കഴിക്കാനാണ്? മുഅ്മിനാത്തിനെയാണ്. അതാണ് പ്രയോഗം അറിയിക്കുന്നത്. തയ്യിബ്, ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് സുമ്മ തല്ലഖ്തുമൂഹുൻ, സുമ്മ എന്നിട്ട് തല്ലഖ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്താൽ. തലാഖ് എന്താ? തലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഇർസാൽ, അയക്കുക, തർക്ക് ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശം എന്താണ്? നിക്കാഹ് ഉണ്ടല്ലോ, അഖ്ദുൻ നിക്കാഹ്, അതിനെ വേർപ്പെടുത്തുക, വിവാഹബന്ധം വേർപ്പെടുത്തുക. പിന്നീട് നിങ്ങൾ അവളെ തലാഖ് ചെയ്താൽ, തലാഖ് ചിലപ്പം നമുക്ക് പദം കൊണ്ട് ചെയ്യാം അല്ലേ, പദപ്രയോഗം നടത്താം. നിന്നെ ഞാൻ തലാഖ് ചൊല്ലി എന്നുള്ളത് അൻതി താലിഖൂൻ എന്നോ തല്ലഖ്തുക്കി എന്നോ നിന്നെ ഞാൻ തലാഖ് ചൊല്ലി എന്നോ അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ആംഗ്യ ഭാഷയിലാകാം. ഇപ്പം സംസാരിക്കാൻ കഴിയാത്തവർക്ക് ആംഗ്യ ഭാഷ
ആംഗ്യ ഭാഷ ഇസ്ലാമിൽ എന്താ അതിൻ്റെ വിധി? ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അലൈക്കും സലാം. ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല, എന്താ ചെയ്യുക? ആംഗ്യ ഭാഷ അല്ലേ. ആംഗ്യ ഭാഷ നമ്മുടെ ദീനിലെ സമ്മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അയൽവാസിൻ്റെ ഒരു പേർഷ്യക്കാരന് പള്ളിച്ച് നല്ലൊരു കറി ഉണ്ടാക്കി. അയൽവാസിയായിരുന്നു, കറി ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്ന് ആ കറി തിന്നാം. ഇതൊന്ന് കോഴിക്കറിയെ തോന്നുന്നു ഉണ്ടാക്കിയിട്ട് അത് നന്നായിട്ട് പാകം ചെയ്യുന്ന ഒരു കുക്കായിരുന്നു. അതിന് നബി തങ്ങൾ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ നബി തങ്ങളുടെ കൂടെ ആയിഷ ഉണ്ട് റളിയല്ലാഹു തആല. അവിടേക്കാണ് റസൂലുള്ളാഹിനെ വിളിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ റസൂൽ ഇങ്ങനെ ഹദീൻ ചൂണ്ടിക്കാണിച്ചതാണ്. സംസാരിച്ചില്ല, അയാൾ പേർഷ്യക്കാരനാണ്. അപ്പോൾ അയാൾ പറ്റൂല എന്ന് പറഞ്ഞു, ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടെങ്കിൽ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല, പൊയ്ക്കോളി. അപ്പോൾ പിന്നെ അയാൾ പോണില്ല, അയാൾക്ക് റസൂൽ ചെല്ലണം, അത് തിന്നണം. അപ്പോൾ റസൂൽ വീണ്ടും അപ്പോൾ അയാൾ സമ്മതിച്ചില്ല. അപ്പോൾ റസൂൽ പോകാൻ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു അയാളോട്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ 3-ാം മാസം സമ്മതിച്ചു എന്നാണ്. 3 പ്രാവശ്യം സമ്മതിച്ചു. ഏതായാലും ഇവിടെ എന്താണ് ഈ ലുഗത്തുൽ ഈമ അല്ലെങ്കിൽ ലുഗത്തുൽ ഇഷാറ എന്ന് പറയും. ലുഗത്തുൽ ഇഷാറ എന്ന് പറഞ്ഞാൽ ആംഗ്യ ഭാഷയിലുള്ള അവയവ പരിമിതിയുള്ള ആളുകളുണ്ടാവുമല്ലോ, ഭിന്നശേഷിക്കാർ. പിന്നെ അവരൊക്കെ ആശയവിനിമയം ഇഷാറയിലൂടെയല്ലേ. അങ്ങനെ തലാക്ക്, പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൂതനെ അയച്ചോ മറ്റോ ഒക്കെ തലാക്ക്. എന്തായാലും പിന്നെ അത് മഅറൂഫാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്തി സുമ്മ തല്ലഖ്തുമൂഹുന്ന, പിന്നീട് നിങ്ങൾ അവരെ തലാഖ് ചൊല്ലുക. എങ്ങനെ? മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ്. ഇവിടെ മസ്സ എന്ന് പറഞ്ഞാൽ മസ്സ എന്ന് പറഞ്ഞാൽ തൊട്ടു, സ്പർശിച്ചു എന്നാണ് അർത്ഥം. മസ്സ, നിങ്ങളവരെ സ്പർശിക്കുന്നതിന് മുമ്പ്, സ്ത്രീകളെ നിങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പ്. മസ്സ നിങ്ങൾ കേവലം കൈകൊണ്ട് ഇങ്ങനെ തൊടുന്നതിനാണ് പറയുക. ഇവിടെ ഉദ്ദേശം എന്താ? മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ, ഉദ്ദേശം അവരെ ലൈംഗികമായി പ്രാപിക്കുന്നതിന് മുമ്പാണ്. വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധത്തെ ഇങ്ങനെയല്ലാതെ എന്ത് ചെയ്തില്ല, പരിചയപ്പെടുത്തിയിട്ടില്ല. ഒന്നുകിൽ ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുൻ. അതേപോലെ തന്നെ വഖദ് അഫ്ളാ ബഅദുകും ഇലാ ബഅദി, നിങ്ങൾ ചിലരോട് ചേർന്ന് നിൽക്കെ, അങ്ങനെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അഫ്ളാ ബഅദുകും ഇലാ ബഅദ്, മറയില്ലാതെ പിന്നെ ശരിക്കും ചേർന്ന് ഒട്ടി നിൽക്കുന്നതിനാണ് അഫ്ളാ എന്ന് പറയാം. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ പല പ്രയോഗങ്ങളുണ്ട്. ഏതായാലും പിന്നെ പറയാണ്, നമ്മൾ ഈ സംസാരത്തിൽ ഉണ്ടല്ലോ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു മാന്യതയും അതേപോലെ തന്നെ പ്രയോഗത്തിലൊരു സൂക്ഷ്മതയൊക്കെ നടത്തണം എന്നുള്ളതിന് പണ്ഡിതന്മാർ പറയുന്ന ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി, നിങ്ങൾ ലൈംഗികമായി പ്രാപിക്കുന്ന വിഷയം പറയുമ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ. അപ്പോൾ ഇവിടെ മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ ആ സ്ത്രീകളെ മസ്സ് ചെയ്യുന്നതിന് മുമ്പ് എന്നാണ് പറഞ്ഞത്. ഉദ്ദേശം ലൈംഗികമായിട്ട് പ്രാപിക്കുന്നതിന് മുമ്പ് എന്നാണ്. ഇവിടെ ഒരു മസ്അല, ഈ ലൈംഗികമായിട്ടൊരു സ്ത്രീയെ പ്രാപിക്കേണ്ടതുണ്ടോ അതല്ല ആ സ്ത്രീയുമായി ലൈംഗികമായി പ്രാപിക്കാൻ തരപ്പെടുമാറ് ഒഴിഞ്ഞുകൂടുക, അറയിൽ കൂടുക അല്ലെങ്കിൽ ഒഴിഞ്ഞുകൂടുക, അത് മതിയോ എന്നുള്ളതാണ്. അതായത് ഈ ജിമാഅ് തന്നെ സംഭവിക്കണോ അതല്ല ഫിഖ്ഹിന്റെ ഭാഷയിൽ ഖൽവ എന്ന് പറയും. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിഞ്ഞിരിക്കലാണ്. ഖൽവത്തുൻ സഹീഹ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ ലൈംഗികമായി പ്രാപിക്കാൻ അവസരപ്പെടുമാറ് എന്ത് ചെയ്തു, ഒരു സ്ത്രീയുമായി ഒഴിഞ്ഞുകൂടി അറയിൽ കൂടി അല്ലെങ്കിൽ ഒരിടത്ത് ഒഴിഞ്ഞുകൂടിയാൽ അത് മതിയോ എന്നുള്ളതാണ്. ഒരു സ്ത്രീ ആർത്തവകാരിയാണ് എങ്കിൽ ഭർത്താവ് അറയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഖൽവ സഹീഹല്ല, അവിടെ ലൈംഗികമായി ബന്ധം നടക്കില്ല. ഇനി ഒരു പുരുഷൻ ശാരീരികമായി ശേഷിയില്ലാത്ത ഒരാളാണ് എങ്കിൽ ഭാര്യയുമായി അറയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, ഖൽവ സഹീഹ അല്ല. അതേസമയം ഒരു ലൈംഗിക ബന്ധത്തിന് സാധ്യമാകും വിധം അവസരം കിട്ടുമാറുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള അറയിൽ കൂടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖൽവ സഹീഹയാണ്. അത് മതിയോ അതല്ല ഇത് തന്നെ സാധ്യമാകണോ? വിഷയം എന്താ? വിഷയം ഈ സ്ത്രീയുടെ മഹർ അർഹിക്കുന്ന വിഷയമാണ്.
സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയുമായിട്ട് നിക്കാഹ് നടന്നു എന്നിട്ട് അവളെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇൻ തല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, അവിടെ സൂറത്തുൽ ബഖറയിൽ മാലം തമസ്സൂഹുൻ എന്നാണ്, നിങ്ങളവരെ ബന്ധപ്പെടുന്നതിന് മുമ്പ് തലാക്ക് ചൊല്ലുകയാണെങ്കിൽ, വ ഇൻ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ, ഇതേപോലെ തന്നെ വ ഇൻ തല്ലഖ്തുമൂഹുന്ന, നിങ്ങൾ സ്ത്രീകളെ തലാക്ക് ചൊല്ലി മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ, അവരെ നിങ്ങൾ മസ്സ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് പിന്നെ വഖദ് ഫറത്തും ലഹുന്ന ഫരീദത്തൻ ഫനിസ്ഫു മാ ഫറത്തും, നിങ്ങൾ അവർക്ക് മഹർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പകുതി മഹർ കൊടുക്കണമെന്ന് പറയണം. നിക്കാഹ് നടന്നു, അറയിൽ കൂടിയില്ല, അതിന് മുമ്പ് തലാഖ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയിച്ച മഹറിൻ്റെ പകുതി അവർക്ക് കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ അതുകൊണ്ടാണ് വിഷയം എന്ത് ചെയ്യുന്നത്, ആളുകളുണ്ടല്ലോ ഈ മഹർ അങ്ങനെയാണ് തലാഖ് അറിഞ്ഞത് അപ്പോൾ മഹർ കൊടുക്കണോ, ഇങ്ങനെയാണ് തലാഖ് അറിഞ്ഞത് അപ്പോൾ മഹർ കൊടുക്കണോ, ഭയങ്കര ചർച്ചയല്ലേ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതുകൊണ്ടാണ് ഇതെന്ത് എന്നുള്ളത് എന്ത് ചെയ്യണത് ചർച്ച വരുന്നത്. പിന്നെ ജിമാന് നടക്കണം, അതെല്ലാം ഇത് നടന്നാൽ മതി. ഇപ്പോൾ ഒരു പിന്നെ ഖുലഫാ റാഷിദീങ്ങളും അതേപോലെ തന്നെ സഹാബികളൊക്കെ പിന്നെ ഈ വിഷയത്തിൽ എടുത്തുന്ന ഒരു നിലപാടിൽ അതിന് അവലംബമായിട്ട് പറയുന്നത്, പിന്നെ ഇദാ കശഫൽ ഖിമാറ വനബറ ഇലൈഹ ഫഖദ് വജബ സദാഖ്. ഇദാ കശഫൽ ഖിമാർ, ഒരാൾ കല്യാണം കഴിച്ചു, നിക്കാഹ് നടന്നു, എന്നിട്ട് തൻ്റെ ഇണയുടെ ഖിമാർ തുറന്നു നോക്കി, കശഫൽ ഖിമാർ വനബറ ഇലൈഹ, എന്നിട്ട് തൻ്റെ ഭാര്യയെ അയാൾ നോക്കിയിട്ടുണ്ട് എങ്കിൽ വജബ സദാഖ് എന്നാണ്. സദാഖ് എന്നാണ്, മഹർ വാജിബായി എന്നാണ്. അപ്പോൾ അവിടെ എന്തേ നടന്നോളൂ, ഹൽവേ നടന്നോളൂ, ഇത് നടന്നിട്ടില്ല. അപ്പോൾ അതാണ് നിക്കാഹ് നടന്ന് ഒരാൾ തൻ്റെ ഭാര്യയുമായി അറയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധം നടന്നോ ഇല്ലേ എന്നുള്ളത് നോട്ടല്ല, എന്താണ് അവൾക്ക് എന്താണ് പിന്നെ സദാക്ക് മഹർ നിർബന്ധമായി. പിന്നെ ഈ പറഞ്ഞ ആയത്തിൻ്റെ വിഷയം അത് അതിലേക്ക് നമ്മൾ വരികയാണ്, ഇതൊരിക്കൽ അവരുടെ മേൽ വാജിബായി അനിവാര്യവുമായി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമാ ആണ് ഉദ്ദേശം, ജിമായിന് തരപ്പെടുന്ന രീതിയിലുള്ളതായ ഒരു ഒഴിഞ്ഞുകൂടൽ തൻ്റെ ഭാര്യയുമായി ഉണ്ടാകലാണ് ഉദ്ദേശം. അതാണ് അതിന് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്താ വിഷയം ഇവിടെ, ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്തി സുമ്മ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ ഫമാ ലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹ. എന്താ പിന്നെ ഇങ്ങനെയാണ് സംഭവിച്ചത് എങ്കിൽ, അതാണ് ഫൗൽ ഫസിയ എന്ന് പറഞ്ഞെങ്കിൽ നിക്കാഹ് നടന്നു, അവരെ തൊടുന്നതിന് മുമ്പ് തലാഖും നടന്നു. നിക്കാഹ് നടന്നു, അവരെ തൊടുന്നതിന് മുമ്പ് തലാഖും നടന്നു എങ്കിൽ അതാണ് മാലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കില്ല, നിങ്ങൾക്കില്ല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ, നിങ്ങൾ സ്ത്രീകളല്ല, സ്ത്രീകളാണെങ്കിൽ ലക്കുന്ന എന്നാ പറയാ, ഇവിടെ ഹുന്നാറല്ലേ വല്ലക്കുന്ന. മാലക്കും നിങ്ങൾക്കില്ല, പുരുഷന്മാർക്ക്, അലൈഹിന്ന അവരുടെ മേൽ ബാധ്യതയായിട്ട്, അലൈഹിന്ന എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മേൽ ബാധ്യതയായിട്ട്, ഭാര്യമാരുടെ മേൽ ബാധ്യതയായിട്ട് നിങ്ങൾക്കില്ല. മിൻ ഇദ്ദത്തിൻ എന്ന് പറഞ്ഞാൽ യാതൊരു ഇദ്ദയുമില്ല. തഅതദ്ദൂനഹ എന്നാണ്. എന്താ അദ്ദ യഅദ്ദു, എണ്ണി, ഹാസബ യുഹാസിബു, അഹ്സ യുഹ്സി, ഇഹ്സാഇ ഹിസാബ്, അതാണ് ഇദ്ദ. അല്ല ഇവിടെ തഅദ്ദൂനഹ നിങ്ങൾ എണ്ണുന്ന, നിങ്ങൾ ആരെ എണ്ണുന്നത്, നിങ്ങൾ പുരുഷന്മാർ. തഅദ്ദൂന നിങ്ങൾ എണ്ണുന്നു, അതിനെ പറഞ്ഞാൽ ഇദ്ദയെ. അത് എന്താ പ്രയോഗം, എന്തിനാണെന്ന് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്ന മൊത്തത്തിൽ വിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ മുഅ്മിനത്തുകളെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവരെ തൊടുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തു, അവരെ തലാഖ് ചൊല്ലി. നിക്കാഹ് വിവാഹ ഉടമ്പടി നടന്നു, എന്നിട്ട് തലാഖും നടന്നു എങ്കിൽ അവർ ഇദ്ധരിക്കണ്ടെന്നാണ് പറയുന്നത്. അവരിദ്ധരിക്കണ്ട. പക്ഷെ അവരിദ്ധരിക്കണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവരോടല്ല പറയുന്നത്, പുരുഷന്മാരോട് പറയുന്നത് നിങ്ങൾ എണ്ണും വിധം ഒരു ഇദ്ദയും അവർക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ എണ്ണും വിധം ഒരു ഇദ്ദയും അവർക്കില്ല. എന്താ ഇദ്ദ, ആദ്യം ഇദ്ദ പറയും, ഇതെന്താ അദ്ദ യഅദ്ദുനാണ് ഇദ്ദ വരുന്നത്. അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണലല്ലേ, 1 2 3 4 ഇങ്ങനെ എണ്ണ അദ്ദ പറയും, അതിനാണ് ഇദ്ദ, എണ്ണുക.
ക്ലിപ്തി നിർണയം നടത്തുക, അതൊക്കെയാണ് യുദ്ധ അർത്ഥാക്കുന്നത്, അതിൻ്റെ ഭാഷാർത്ഥം. പക്ഷെ ഇവിടെ യുദ്ധ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ആരാ യുദ്ധരിക്കുക? സ്ത്രീകളാണ് യുദ്ധരിക്കുക അല്ലേ? അതാണ് ഒരു നിർണിത സമയമാണ് യുദ്ധ. അതിൽ ഒരു സ്ത്രീ പ്രതീക്ഷിക്കും, വെയിറ്റ് ചെയ്യും. വക്തുൻ മുഹദ്ദദ് തതറബ്ബസ് ഫീഹിൽ മർഅത്തു. അതിലൊരു സ്ത്രീ എന്ത് ചെയ്യും? തതറബ്ബസ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കും. അപ്പോൾ സ്ത്രീ കാത്തിരിക്കുന്ന ഒരു നിർണിത സമയം, അതാണ് ഈ യുദ്ധ. അതെന്തിനാ സ്ത്രീ കാത്തിരിക്കണത്? എന്തിനാ? ശരിയാണ്, അള്ള പറഞ്ഞാണ് സ്ത്രീകൾ എന്ത് ചെയ്യണം? ഒരു നിർണിത കാലം കാത്തിരിക്കണം എന്നുള്ളത് അല്ലേ? അത് അള്ളാഹ്ക്കുള്ള ഒരു ഹക്കാണ്, അള്ള പറഞ്ഞിട്ടുള്ള ഒരു ഇബാദത്താണ്. പക്ഷെ അതിൻ്റെ കാരണങ്ങളിലൊന്ന് പിന്നെ ഇതാണ്, അവർ ഗർഭാവസ്ഥയിലാണോ ഇല്ലേ എന്നുള്ളത് ഉറപ്പിക്കലാണ്, തീർപ്പാക്കലാണ്. പിന്നെ വേറെയും അതിൻ്റെ ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അതിലേറ്റവും പ്രധാനം ഇതാണ്, ഒരു സ്ത്രീ പിന്നെ യുദ്ധ ആചരിക്കുന്നത് അവരുടെ ഗർഭാവസ്ഥ അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ യുദ്ധ ഒരു യുദ്ധയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധ പല രീതിയിലുണ്ടാ, പലതുണ്ട് അല്ലേ? എന്താ യുദ്ധ പലത് എങ്ങനെ? അതാണ് പിന്നെ മാസങ്ങൾ അനുഷ്ഠിക്കേണ്ട യുദ്ധമുണ്ട്, അതൊന്ന് അല്ലേ? മറ്റൊന്ന് എന്താ? മൂന്ന് കാത്തിരിക്കേണ്ട യുദ്ധമുണ്ട്. നമ്മൾ പറയാം എന്താണെന്ന്. പിന്നെ എന്താ മറ്റൊന്ന്? വദഉൽ ഹംൽ, പ്രസവം വരെ ആചരിക്കേണ്ട യുദ്ധമുണ്ട്. 3 തരം യുദ്ധമുണ്ട്. അതിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ശുദ്ധികാലാണ് അല്ലെങ്കിൽ ആർത്തവകാലാണ്. ഖുർആൻ ശുദ്ധിക്ക് പറയും, ദുഹൂറിന് പറയും, അല്ലെങ്കിൽ ഹൈദ് ആർത്തവത്തിന് പറയും. 3 ശുദ്ധികാലം അല്ലെങ്കിൽ 3 ആർത്തവകാലം ആരാ യുദ്ധരിക്കേണ്ടത്? സ്ത്രീയാണ് യുദ്ധരിക്കേണ്ടത്. ഇങ്ങനെ പറയാൻ പാടില്ല. അത് മാസമാണെങ്കിലും പ്രസവിക്കണ വരെയാണെങ്കിലും ഖുർആനാണെങ്കിലും യുദ്ധരിക്കേണ്ട ആര് തന്നെയാണ്? യുദ്ധരിക്കേണ്ടത് പെണ്ണാണ്. വൽ മുത്തല്ലഖാത്ത് യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറു. മുത്തല്ലഖ എന്ന് പറഞ്ഞാൽ വിവാഹമോചിത, ഭർത്താവ് തലാഖ് ചൊല്ലിയ പെണ്ണ്, അവൾ യുദ്ധയിരിക്കണം സലാസത ഖുറു. 3 ആർത്തവകാലം, 3 ശുദ്ധികാലം. 3 ആർത്തവകാലം പിന്നെ എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, ശുദ്ധികാലം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതിൽ എങ്ങനെയാണ് ഈ തലാക്ക്, എപ്പോഴാണ് തലാക്ക്? അല്ലാഹു സുബ്ഹാനഹു തആല മണ്ടി കയറി എന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ തലാക്കല്ലേ? അങ്ങനെ തലാക്കെല്ലാം പാടില്ല ഇസ്ലാമിൽ. തലാക്ക് എങ്ങനെയാണ്? തലാക്ക് നിഫ്ലാസ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹൻ നബിയു ഇദാ തല്ലഖ്തുമുൻ നിസാ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിൻ. നിങ്ങൾ തലാക്ക് ചെല്ലുകയാണ് എങ്കിൽ ഇദ്ദ ആചരിക്കേണ്ട സമയം നോക്കി തലാക്കല്ലെന്നതാണ്. ഇദ്ദ ആചരിക്കേണ്ട സമയം നോക്കിയിട്ട് തലാക്കല്ലെന്നതാണ്. ആ സമയം ഏതാ? ഇദ്ദ ആചരിക്കാൻ യോഗ്യമായ സമയം ഏത്? അതൊരു സ്ത്രീയുടെ ശുദ്ധികാലാണ്. ഒരു സ്ത്രീ ശുദ്ധികാലത്തായിരിക്കണം. ആ ശുദ്ധികാലത്ത് അവളായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അപ്പോൾ തൻ്റെ ഭാര്യ ശുദ്ധികാലത്താവുകയും അർത്ഥമില്ലാത്ത ടൈമിലാവുകയും ആ സമയം ലൈംഗികമായി ബന്ധപ്പെടാൻ പാടില്ല. അപ്പോഴാണ് ആ സമയമാണ് എന്ത്? തലാഖിൻ്റെ സമയം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫതല്ലിഖൂഹുന്ന, നിങ്ങൾ തലാഖ് ചെല്ലേണ്ടത് ലിഇദ്ദതിഹിന്ന എന്നാണ്. അവർ ഇദ്ദ ആചരിക്കുവാനുള്ള സമയം, അതിലാണ് തലാഖ്. അപ്പോൾ എപ്പോഴാണ് തലാഖ് പറഞ്ഞത്? എല്ലാവർക്കും ട്രെയിനിങ് എന്നിട്ട് തലാഖ് എഴുതിക്കാനുള്ള പരിപാടിയല്ല. യൂട്യൂബിൽ പാഞ്ഞുകൊണ്ട് ഇറക്കുന്നുണ്ട് നിക്കാഹ് പഠിപ്പിച്ചത്. ഉസ്താദ് നിക്കാഹ് പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ ചോദിച്ചതാണ് എങ്ങനെ നിക്കാഹ്. അപ്പോൾ ഉസ്താദിൻ്റെ മകളെ ഉദാഹരിച്ചിട്ട് എന്ത് ചെയ്ത് ക്ലാസ്സിലൊരു കുട്ടീനെയും വെച്ചിട്ട് എന്ത് ചെയ്ത്, എൻ്റെ മകൾ മറിയത്തിനെ ഇത്ര മഹർ ഞാൻ പിന്നെ ഓൻ്റെ പേര് വിളിച്ചിട്ട് നിനക്ക് ഞാൻ തലാഖില്ലിരിക്കുന്നു. ഉടനെ ഓൻ പറഞ്ഞ് ഖബിൽത്തു, ഞാനത് സ്വീകരിച്ചിരിക്കും. മറ്റേ കുട്ടികളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സാക്ഷികളാട്ട് അവർ കുരവിടാൻ തുടങ്ങിയതാണ്. അല്ലാതെ ഒരു മക്ത ഇങ്ങനെ പാഞ്ഞു നടത്തിന് ഇവിടെ. പക്ഷെ ഇത് അറിയേണ്ട അനിവാര്യമാണ്. ഇത് അറിയാൻ അനിവാര്യമായിട്ടുള്ള വിഷയമാണ് ഇത് പഠിക്കൽ.
ഇദ്ദ കാരണം എന്താ, നമ്മളുടെ ദീനിനെ നമ്മളുടെ ദീന് എത്ര സുന്ദരമായിട്ടുള്ളൊരു വിഷയമാണ് ഈ തലാഖിൻ്റെ ഒക്കെ വിഷയം. പക്ഷേ ഇതിനാണ് എന്ത് ചെയ്യണത്, ഇസ്ലാമിനോട് തീർത്തും വിരക്തിയും ഒരു താല്പര്യമില്ലാത്ത ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളും ശത്രുക്കളും വരെ ഈ ഒരു വിഷയത്തിലാണ് ഇസ്ലാമിനോട് മമത. 3 തലാഖിൻ്റെ ചെല്ലുന്ന വിഷയം അതിൻ്റെ നിയമം മൂലം നിരോധിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എല്ലാ സ്ത്രീകളും 3 തലാഖിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നതുകൊണ്ടാ. 3 തലാഖിൻ്റെ നിർവഹിച്ചതിൻ്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. ന്യൂനാപക്ഷമാണ്. എന്നിട്ട് ഒരു രാഷ്ട്രം നിയമം കൊണ്ടുവരിക മുത്തലാഖ് വിരോധിച്ചു എന്ന്. അത് ഇസ്ലാമിനോടുള്ള കൊണ്ടാ, ഇഷ്ടം കൊണ്ടാ, മുസ്ലിം സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടാ? അല്ല, വെറുതെ പിന്നെ ഓരോ നാടകമാണ് വിഷയം. എന്നാൽ ചില ആളുകൾക്ക് എന്തുണ്ട്, ഈ വിഷയങ്ങളിൽ ചില പിന്നെ അവിവേകം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ മാത്രമല്ല, പിന്നെ ഇസ്ലാമിൻ്റെ നിലപാട് ആ വിഷയങ്ങളൊക്കെ, ഈ മുത്തലാഖിൻ്റെ ഒക്കെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് വളരെ സുന്ദരമാണ് പറയാം. പക്ഷേ പലരും എന്ത് ചെയ്തു, ഈ അന്ധമായ പക്ഷപാതിത്വവും മറ്റു കാര്യങ്ങളും കാരണത്താൽ എന്ത് ചെയ്തു, ഈ വിഷയത്തിൽ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരാൾക്കും പാഞ്ഞു കയറിയിട്ട് തലാഖ് ഇസ്ലാമിലില്ല. തലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഒരു സ്ത്രീയുടെ ശുദ്ധികാലം നോക്കണം. ആർത്തവം കഴിഞ്ഞ് അടുത്ത ആർത്തവം വരുന്നതിന് മുമ്പ് ശുദ്ധികാലം നോക്കണം, ആർത്തവമില്ലാത്ത അവസ്ഥ. എന്നിട്ട് ആ സമയം തന്നെ അവളുമായിട്ട് പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ലൈംഗികമായി പ്രാപിച്ചിട്ടില്ലെങ്കിൽ അപ്പോഴാണ് തലാഖിന് അവസരം. ഒരു തലാഖിന് ഞാൻ നിന്റെ തലാഖിലേ ഇരിക്കുന്നു. ഏതായാലും പിന്നെ അങ്ങനെ ഒരു സ്ത്രീയെ തലാഖ് ചെല്ലിയാൽ, തലാഖ് ചെല്ലപ്പെട്ട സ്ത്രീ എന്ത് ചെയ്യണം, ഇതായിരിക്കണം 3 ഖുർ. അത് 3 ശുദ്ധികാലമാണോ 3 ആർത്തവകാലമാണോ? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു 3 ശുദ്ധികാലം, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു 3 ആർത്തവകാലം. ഈ 3 ആർത്തവകാലം എന്ന് പറഞ്ഞതിനെ പലരും ബലപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്, പിന്നെ ദീക്ഷാകാലം, ഈ യുദ്ധകാലം ഉണ്ടല്ലോ, യുദ്ധകാലം കൂടുതൽ കിട്ടും. കാരണം നമ്മൾ പറഞ്ഞപ്പോൾ ശുദ്ധികാലത്താണ് എന്ത്, തലാഖ്. ശുദ്ധികാലത്താണ് തലാഖ്. അപ്പോൾ ആ സ്ത്രീ ധരിക്കേണ്ടത് ഈ ശുദ്ധികാലം ഇതിൽ തലാഖ് നടന്ന്, എന്നിട്ട് പിന്നെ ഒരു ആർത്തവകാലം വന്ന് ഇദ്ദ, പിന്നെ ഒരു ശുദ്ധികാലം വന്ന് ഇദ്ദ, പിന്നെ ഒരു ആർത്തവകാലം വന്ന് ഇദ്ദ, പിന്നെ ഒരു ശുദ്ധികാലം വന്ന് ഇദ്ദ, പിന്നെ ഒരു ആർത്തവകാലം വന്ന് എന്തേ, പിന്നെ ആ ആർത്തവം തീരുന്നതോടുകൂടി അവരുടെ ഇദ്ദ കഴിഞ്ഞ്. അപ്പം ഇവിടെ എന്ത് കിട്ടും, കൂടുതൽ ടൈം കിട്ടും. അതേസമയം ഇവിടെ ശുദ്ധികാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ശുദ്ധികാലത്ത് തലാഖ് നടന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദ ആയി അല്ലേ, ശുദ്ധികാലത്താണ് തലാഖ്, അപ്പം ഇദ്ദയായി. പിന്നെ ഒരു ആർത്തവം, പിന്നെ ഒരു ശുദ്ധി, പിന്നെ ഒരു ആർത്തവം, അതോടുകൂടി കഴിഞ്ഞ്. കേട്ടോ, ഈ തലാഖ് നടന്ന ഒരു ശുദ്ധിയും പിന്നെ ഒരു ശുദ്ധിയും കഴിഞ്ഞാൽ 3 ശുദ്ധികാലം കഴിഞ്ഞ് ആർത്തവത്തോട് കൂടിയിട്ട് എന്തായി, അവള് യുദ്ധകാലം കഴിഞ്ഞു. അപ്പോൾ ഈ വിവാഹമോചിതക്കുള്ള ഇദ്ദയുടെ, കാരണം ഈ വിവാഹമോചിതയാണിത്. വിവാഹമോചിതയാകുമ്പോൾ എന്തുണ്ട്, ഇവള് എന്തിനാ ഇദ്ധരിപ്പിച്ചത്, വിവാഹമോചിതയെ ഇദ്ധരിപ്പിച്ചത് എന്തിനാ, ഇവളെവിടെ ഇദ്ധരിക്കേണ്ടത്, ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഭർത്താവിൻ്റെ ചെലവിലാണ്, ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇദ്ധരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യുദ്ധകാലത്ത് ഇവരെ തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹരാരാ, ബുഊലത്തുഹുന്ന അവരെ ഭർത്താക്കന്മാരാണ്. ഭർത്താക്കന്മാരെ കൊണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഭർത്താവിൻ്റെ ചെലവിൽ ഭർത്താവിൻ്റെ വീട്ടിൽ. സ്ത്രീ പുറത്തു പോകണമെങ്കിൽ തന്നെ ഭർത്താവിനോട് ചോദിക്കണം, തലാഖ് ചെല്ലിയതാണ്, എന്നിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇദ്ധരിക്കാണ്. ഓൾക്ക് കൊടുക്കലും പോകണമെങ്കിൽ ഭർത്താവ് തലാഖ് ചെല്ലുന്നതിന് മുമ്പ് എന്തൊക്കെ അനുവാദം ചോദിക്കണം, അതേപോലെ അനുവാദം ചോദിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. തലാഖല്ലേ ഭർത്താവിനോട് പറയാം, എനിക്കൊന്ന് അയലോക്കത്ത് പോകണം, അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോകണം, രോഗം കാണാൻ പോകണം എന്ന് പറയണമെങ്കിൽ ഭർത്താവിനോട് ചോദിച്ചിട്ടാണ് പോകേണ്ടത്. അതാണ് ഇദ്ദ. ഏതായാലും അപ്പം ഇതിനുള്ള ടൈം കൂടുതലാകാൻ വേണ്ടിയിട്ട്, കൂടുതലാകും എപ്പോൾ, ഈ ആർത്തവത്തെ 3 ആർത്തവകാലം എന്ന് പരിഗണിച്ചാൽ. ചിലർ വേറെ ചില പരിഗണന 3 ശുദ്ധികാലം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇദ്ദ അത് എന്തുണ്ട്, 3 ഖുർ അനുഷ്ഠിക്കുന്ന ഇദ്ദുണ്ട്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. പിന്നെ മാസങ്ങൾ അനുഷ്ഠിക്കുന്ന ഇദ്ദുണ്ട്. ആ മാസങ്ങൾ അനുഷ്ഠിക്കുന്ന ഇദ്ദ, അതാണ് ഒന്ന് ഇവിടെ പറഞ്ഞത്. ഭർത്താവ് മരിച്ച സ്ത്രീ ഇദ്ധരിക്കണം. അതെത്ര, 4 മാസവും
10 ദിവസവും, 4 മാസവും 10 ദിവസവും. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ച്, അപ്പോൾ അവർ ഇദ്ധരിക്കണം. അത് 4 മാസവും. അഷ്ഹൂർ നെയ്തിയത് അഷ്റോർ നയിക്കണം. അഷ്ഹൂർ 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ച സ്ത്രീ ഇദ്ധരിക്കണം. യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശ്റ വല്ലദീന യതവഫൗന മിൻകും വയദറൂന അസ്വാജൻ ഫയതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശ്റ. 10. പിന്നെ ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ, ആർത്തവം വല്ലാത്തി ലം യഖ്ദിന, ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ അവർ ഇദ്ധരിക്കണം. അതേപോലെ തന്നെ ആർത്തവം നിലച്ച സ്ത്രീകൾ അവർ ഇദ്ധരിക്കേണ്ട എത്രയാണ് പറയും? 3 മാസം. അള്ളാഹു പറഞ്ഞല്ലേ, സൂറത്ത് തലാഖിൽ അള്ളാഹ് പറഞ്ഞില്ലേ 3 മാസം ഇദ്ധരിക്കണം എന്ന് പറഞ്ഞില്ലേ. സലാസത്ത് അഷ്ഹൂർ. അതാരാണ്? ആർത്തവം നിലച്ച സ്ത്രീകൾ, വൃദ്ധരായ അല്ലെങ്കിൽ ആർത്തവം നിലച്ച സ്ത്രീകൾ, അല്ലെങ്കിൽ ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ, അവർ പിന്നെ 3 മാസം ഇദ്ധരിക്കണം. അതാണ് മറ്റൊന്ന്. പിന്നെ എന്താണ് വദഉൽ ഹംൽ എന്ന പ്രസവം. എന്താ ഈ പ്രസവം? ഒരു സ്ത്രീ ഭർത്താവ് മരിക്കുമ്പോൾ ഗർഭിണിയാണ്, അല്ലെങ്കിൽ അവളെ വിവാഹമോചനം നടത്തുമ്പോൾ ഗർഭിണിയാണ്. ഭർത്താവിനോട് വേർപിരിയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഗർഭിണിയാണ് എങ്കിൽ പ്രസവമാണ് അവരുടെ യുദ്ധകാലം. അതിന് കുറച്ച് സമയമാണെങ്കിലും ശരി, ഭർത്താവ് മരിച്ച് കുറച്ച് സമയം. ഈ കേസിൽ അത് വരില്ലല്ലേ, കാരണം പിന്നെ ഇതിലെ വരില്ല. ഏതായാലും പ്രസവിക്കുന്നത് വരെ എന്തുണ്ട്? ഇദ്ദുണ്ട്. അപ്പം ഇങ്ങനെ മൂന്ന് നിലക്കാണ് ഇദ്ദ. ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹ. സ്ത്രീകളുടെ മേൽ ബാധ്യതയായ ഒരു ഇദ്ദയും ഇല്ല നിങ്ങൾക്ക്. തഅതദ്ദൂനഹ, നിങ്ങൾ എണ്ണുന്ന. എങ്ങനെ നിങ്ങൾ എണ്ണുന്നത്? ഇദ്ദ പെണ്ണല്ല എണ്ണുണ്ട്. ചള്ള പറയുന്നത് ആണ് എണ്ണുന്ന വിഷയമാണ്. ഇദ്ദയുടെ മസ്ലഹത്ത് ഫമാലക്കും, നിങ്ങൾക്ക് ഇല്ല എന്നാണ്. അലൈഹിന്ന, സ്ത്രീകളുടെ മേൽ ബാധ്യതയായിട്ട്. അപ്പോൾ പെണ്ണെ ഇദ്ധരിക്കുക എന്നുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആണിന് വേണ്ടിയിട്ടാണ്. പെണ്ണിന് വേണ്ടിയിട്ടല്ല. പെണ്ണിനും ഉണ്ട്, കാരണം അത് അള്ളാഹ് പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഇദ്ധരിക്കുമ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് കൂലിയുണ്ട്. അതെന്തുകൊണ്ട്? ഫമാലക്കും, ഒന്ന് ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന് ചെലവിന് കൊടുക്കേണ്ട ആരാ? പാർപ്പിടം ഒരുക്കേണ്ടത് ആരാ? വസ്ത്രം ഒരുക്കേണ്ടത് ആരാ? ഭർത്താവാണ്. അപ്പോൾ മൂപ്പര് എണ്ണണ്ടേ? ഈ അരിമീനും കോഴിയൊക്കെ വാങ്ങി ഇങ്ങനെ കൊണ്ടുവല്ലേ. ഇതെത്ര കാലം? അപ്പോൾ ഇതെണ്ണണ്ടേ? ജീവിത ചെലവ് കൊടുക്കണ്ടേ? അതിൻ്റെ ഇടയിൽ ഇനി പെരുന്നാളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ പുടവയൊക്കെ എടുത്ത് കൊടുക്കണ്ടേ? അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇത് ഭർത്താവാണ് എണ്ണേണ്ടത്. അതുകൊണ്ടാണ് തഅദ്ദൂനഹ, നിങ്ങൾ എണ്ണുന്ന ഇദ്ദ എന്ന് പറഞ്ഞത്. അതിൽ സൂചന ഉണ്ട്, നിങ്ങൾ ഇത് എണ്ണണം. അതിൻ്റെ ഇടയിൽ അവൾക്ക് തിന്നാൻ കൊടുക്കണം, വീട് ഒരുക്കണം, വസ്ത്രം കൊടുക്കണം, ട്രീറ്റ് ചെയ്യണം, ജീവിത ചെലവ് കൊടുക്കണം. അതൊക്കെ അതാണ്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്ന് പറഞ്ഞത്. പിന്നെ അതിലുള്ളൊരു പ്രശ്നം, ഇതിൽ ഇദ്ദയിൽ ഉണ്ടല്ലോ, പിന്നെ ഈ ഭർത്താവിൻ്റെ കുഞ്ഞിനായിരിക്കും ഒരു വേള ആൾ ഗർഭം ധരിച്ചിട്ടുണ്ടാവുക. ഈ സ്ത്രീ വിവാഹമോചിതയാകുമ്പോൾ അവൾ ഗർഭിണിയാണ് എങ്കിൽ ഈ കുട്ടീൻ്റെ വാപ്പല്ലത്, തലാക്ക് ചെല്ലിയ ആൾ ഈ കുട്ടീൻ്റെ വാപ്പയാണ്. അപ്പോൾ ഇവൾ ഗർഭാവസ്ഥയിലാണോ ഇല്ലേ എന്നുള്ളത് വാപ്പ നോക്കേണ്ടതുണ്ട്. കാരണം എന്താ, ഇതല്ലാതെ ഇവളെന്ത് ചെയ്തു അവിടെ പോയി വേറൊരാളെ വിവാഹം കഴിച്ചിട്ടെങ്കിൽ ഈ കുട്ടീൻ്റെ വിഷയം എന്തായി? ഇയാളെ കുട്ടിയാണ്. അതുപോലെ അവൾ ഗർഭിണിയാണെങ്കിൽ ഇയാളെ കുട്ടിയാണ്. പക്ഷെ അത് ആരിലേക്ക് പോവും? അത് മറ്റൊരു തറവാട്ടിലേക്ക് പോവില്ലേ? ഈ തറവാടുകൾ ഉണ്ടല്ലോ, തറവാടുകളായിട്ട് വ്യതിരക്തമാവുക, അത് ആ നിലയിൽ ഒരു സങ്കര ഇനം അല്ലാതെ, അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്, ഈ ചാരസന്താനങ്ങളും മറ്റുമായിട്ടുള്ള ഒരു സങ്കര ഇനം തലമുറ, അതൊരിക്കലും നമ്മുടെ ദീന് സമ്മതിക്കണില്ല. നമ്മുടെ ദീൻ പിതാക്കന്മാരിലേക്ക് മക്കളെ ചേർത്തുകൊണ്ടുള്ളൊരു പരിശുദ്ധമായ ബന്ധം, കുടുംബം, ഇതാണ് നമ്മുടെ ദീൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഇദ്ദ അനുഷ്ഠിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കുള്ള വിവാദത്തിൽ അള്ളാഹ്ക്കുള്ള ഒരു ബാധ്യതയായിട്ട് പറയപ്പെടുന്നത്. ഒരു പരിശുദ്ധ കുടുംബം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സംവിധാനം, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവിൻ്റെ സന്തതി
ഈ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഗർഭത്തിലുണ്ട് എങ്കിൽ അല്ലേ, അത് എൻ്റെ കുട്ടിയാണ് എന്ന് ചേർത്ത് പറയാൻ എന്ത് ചെയ്യണം? ഭർത്താവ്, ഇതാകാലത്തെ ഭർത്താവാണ് എണ്ണേണ്ടത്. അവൾ ഗർഭിണിയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഭർത്താവാണ്. ആ കുട്ടി തൻ്റേതാണെങ്കിൽ അതിൻ്റെ ജീവിത ചെലവ്, അതിൻ്റെ തർബിയത്തും ഇതൊക്കെ ആരുടെ മേൽ? ഇയാളുടെ മേൽ ബാധ്യതയാണ്. ഇല്ലല്ലേ? അതുകൊണ്ട് തന്നെ ഇദ്ദ, അതിൻ്റെ മസ്ലഹത്ത്, അതിലെ ബാധ്യത ഒക്കെ ആർക്കാണ്? ഭർത്താവിനാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമാലക്കും, നിങ്ങൾ പുരുഷന്മാർക്കില്ല എന്ന് പറഞ്ഞത്, അലൈഹിൻ, അവരുടെ മേൽ ബാധ്യതയായി, മിൻ ഇദ്ദത്തിന്, ഒരു ഇദ്ദയും തഅ്തദൂനഹ, നിങ്ങൾ എണ്ണുന്ന, നിങ്ങളാണ് യുദ്ധകാലത്തെ എണ്ണേണ്ടത്, നിങ്ങൾ എണ്ണുന്നതായ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത്, നിങ്ങൾ മുഅ്മിനത്തുകളെ നിക്കാഹ് ചെയ്താൽ, സുമ്മ തലഖ്തുമുഹുന്ന, പിന്നെ തലാഖില്ല എന്നാണ്. അപ്പോൾ ആദ്യം ആരാ നടക്കേണ്ടത്? ആദ്യം ഏതാ? നിക്കാഹ്. പിന്നെയാണ് എന്ത്? തലാഖ്. അപ്പോൾ ഒരാൾ പിന്നെ ഞാൻ ഇന്ന സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവളെ തലാഖ് ചെല്ലും എന്ന് പറഞ്ഞാൽ, ചിലരുണ്ടല്ലോ അങ്ങനെ, ഈ വ്യക്തി വൈരാഗ്യം മറ്റു കാരണത്താൽ തലാഖ് ചെല്ലാൻ നിയ്യത്ത് ചെയ്തിട്ട് നിക്കാഹ് ചെയ്യുക. മനസ്സിലായേ? തലാഖ് ചെല്ലാൻ വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്തിട്ട് നിക്കാഹ് ചെയ്യുക. നിക്കാഹിന് മുമ്പ് തലാഖുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ, അതവിടെ ഏത് സ്ഥലത്താണത്? നിക്കാഹിന് മുമ്പ് തലാഖ്. നിക്കാഹിന് മുമ്പ് തലാഖ് ഡിക്ഷണറിയിലാണ്. ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ നിങ്ങളെ ആലോചിക്കാത്തതെല്ലാം തരാം. തലാഖത്തായല്ലേ, പിന്നെ നൂന് അല്ലേ, നിക്കാഹ് അത് തന്നെ ഡിക്ഷണറി. പിന്നെ കുറേ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് വിഷയം ഇതെന്താ വെച്ചാൽ, അങ്ങനെ തലാഖ് ഉദ്ദേശിച്ചാൽ, അതായത് ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് തലാഖ് ചെല്ലാൻ ഉദ്ദേശിച്ചിട്ട് നിക്കാഹ് ചെയ്താൽ അത് കുറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തലാഖ ഇല്ലാ ബഅദൻ നിക്കാഹ്, ലാ തലാഖ ഇല്ലാ ബഅദൻ നിക്കാഹ്, നിക്കാഹിന് ശേഷം അല്ലാതെ എന്തില്ല? തലാഖില്ല. നിക്കാഹിന് ശേഷം അല്ലാതെ തലാഖില്ല. ഇമാം ഹാക്കിമും ബൈഹഖിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് കുറ്റമറ്റതാണ്. അതേപോലെ ലാ തലാഖ ഇല്ലാ ഫീമാ ലാ തംലിക്, നീ ഉടമപ്പെടുത്താത്തതിൽ എന്തില്ല? തലാഖില്ല. അതുകൊണ്ട് തന്നെ തലാഖ് നിയ്യത്താക്കിയിട്ട് നിക്കാഹ് ഇത് പാടുള്ളതല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നു, തലാഖ് ഉദ്ദേശിച്ചിട്ട് നിക്കാഹ് ആകാമെന്ന്. ഒരാൾ എന്ത് ചെയ്യാണ്? പിന്നെ ഇന്ന വ്യക്തിയെ ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ തലാഖ് ചെല്ലപ്പെട്ടവളാണെന്ന് പറയുന്നതിൽ തെറ്റില്ല, അങ്ങനെ ചെല്ലുന്നില്ല എന്ന അഭിപ്രായം ഇബ്നു മസ്ഊദിൻ്റേതായിട്ട് ഇബ്നു അബ്ബാസിൻ്റെ അടുക്കൽ ഉദ്ധരിക്കപ്പെട്ടു. ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിൽ പറഞ്ഞത്, അഖ്ത ഫി ഹാദ, ഇബ്നു മസ്ഊദ് ആ വിഷയത്തിൽ അഖ്ത എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തെറ്റുപറ്റി, അതൊരു സല്ലത്തു ആലിമായിട്ട് പരിഗണിക്കാൻ പറഞ്ഞതാണ്. സല്ലത്തു ആലിം എന്ന് പറഞ്ഞത് ഒരു പണ്ഡിതൻ്റെ സല്ലത്ത്, വീഴ്ചയായിട്ട് അത് പരിഗണിക്കാൻ പറഞ്ഞതാണ് എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ തല്ലഖ്തുമുൽ മുഅ്മിനാതി സുമ്മ നകഹ്തുമുഹുന്ന എന്നല്ല അള്ളാഹ് പറഞ്ഞത്. ഇദാ തല്ലഖ്തുമുൽ മുഅ്മിനാത്ത്, നിങ്ങൾ മുഅ്മിനത്തുകളെ തലാഖ് ചൊല്ലിയാൽ, സുമ്മ നകഹ്തുമുഹുന്ന, പിന്നെ അവരെ നിക്കാഹ് ചെയ്താൽ എന്നല്ല അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞത് എന്താണ്? ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് സുമ്മ തല്ലഖ്തുമുഹുന്ന, ആദ്യം നിക്കാഹ് പറഞ്ഞത്, പിന്നെയാണ് തലാഖ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും തലാഖിനെ ഭാവിച്ചിട്ടൊരു സ്ത്രീയെ, ചിലരങ്ങനെ എന്ത് ചെയ്യും, എന്തെങ്കിലും ഉപദ്രവം ഉദ്ദേശിച്ചിട്ടൊക്കെ ചെയ്യും, അത് പാടുള്ളതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് വിലക്കിയിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിൻ്റെ ഈ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു മസാല അതാണ്. ഇദാ നകഹ്തുമുൽ മുഅ്മിനാതി സുമ്മ തല്ലഖ്തുമുഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ. ഇവിടെ ഇസ്ലാമിൽ തലാഖ് എങ്ങനെ? തലാഖ് ഈ മറാത്തിലായിട്ടാണ്. മറാത്താണ് തലാഖും മറത്താൻ, തവണകളായിട്ടാണ് തലാഖ്. അപ്പം എങ്ങനെ തലാഖ് തവണകളായിട്ടാണ്? ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ തലാഖ്, ആദ്യ തവണ തലാഖ് ഒരു സ്ത്രീയുടെ ശുദ്ധികാലം നോക്കണം. ആ ശുദ്ധികാലത്ത് അവരായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്പോഴാണ് ആദ്യ തലാഖ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളെ മടക്കിയെടുത്തതിന് ശേഷം, അന്നെങ്കിൽ അത് മടക്കിയെടുക്കാൻ എന്ത് ചെയ്യുക? ഒരു യുദ്ധകാലം ഉപയോഗപ്പെടുത്താം. യുദ്ധയിലായിരിക്കും മടക്കിയെടുക്കാൻ ഒരു പ്രശ്നമല്ല. അവർ കൂടെ പോയി ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിന്നെ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി, അതിൽ ഒരു പ്രശ്നവുമില്ല. സാക്ഷിൻ്റെ കാര്യമൊന്നുമില്ല.
സാക്ഷി വെക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അഷീദു ദവൈ അതിലും മിൻകും നിങ്ങൾ ദീനി നിഷ്ഠയുള്ള 2 പേരെ സാക്ഷിയാക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാക്ഷിനെ അത് പിന്നെ അഭികാമ്യമാണ്, നല്ലതാണ്, സാക്ഷിനെ വെക്കാം. ഇനി സാക്ഷിനെ വെച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ദിവസം രാത്രി മൂപ്പർക്ക് തോന്നുകയാണ് എനിക്ക് 36 വേണമെന്ന് തോന്നുകയാണ്, അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 36 അവിടെ തന്നെ ഇതിരിക്കാൻ പറഞ്ഞത്. അവിടെ പോയി അടുത്ത് താമസിച്ചാൽ മതി, അത് മടക്കിയെടുക്കലായി യുദ്ധകാലത്ത്. പക്ഷെ യുദ്ധം കഴിഞ്ഞിട്ടാവുമ്പോഴാണ് നിക്കാഹ് വേണ്ടത്. ഒന്നുകിൽ യുദ്ധകാലത്ത് അവളെ മടക്കിയെടുത്തു, അല്ലെങ്കിൽ ഇനി യുദ്ധക്ക് ശേഷം നിക്കാഹിലൂടെ മടക്കിയെടുത്തു, എന്നിട്ട് പിന്നെ അവരോടൊത്ത് വൈവാഹിക ജീവിതം തുടരുമ്പോഴാണ് അടുത്ത തലാക്ക്. അങ്ങനെ മറകൾ തലാഖ് മറത്താൻ തവണകളായിട്ടാണ് തലാക്ക്. ഇതാണ്, ഇങ്ങനെയാണ് തലാഖ് ഇസ്ലാമിൽ, ഇങ്ങനെയാണ് ഇസ്ലാമിൽ തലാഖ്. പക്ഷേ ഈ തലാഖിനെയാണ് ഇപ്പം ഒന്നിച്ച് ചെല്ലണ തലാഖ്, ഒന്നിച്ച് തെല്ലണ തലാഖ്. ഇവിടെ ഈ സുമ്മത്തല്ലഖ്തുമൂഹുന്ന എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തലാഖ് ഈ തലാഖാണ്, തവണകളായി ചെല്ലുന്ന തലാഖാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ 3 ചെല്ലുന്ന തലാഖ്. ഇപ്പം നമ്മളെ വിഷയം അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം എന്താ, മുത്തലാഖിൻ്റെ പ്രശ്നം. ഒരാൾ എന്ത് ചെയ്തു, ഭാര്യനെ 3 ചൊല്ലി, നിൻ്റെ 3 തലാഖും ഞാൻ ചൊല്ലി, അല്ലെങ്കിൽ നീ തലാഖ് ചൊല്ലപ്പെട്ടവളാണ്, നീ തലാഖ് ചൊല്ലപ്പെട്ടവളാണ്, നീ തലാഖ് ചൊല്ലപ്പെട്ടവളാണ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുന്നു, നിന്നെ ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുന്നു, നിന്നെ ഞാൻ തലാഖില്ല. ഇങ്ങനെ 3 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 സംഭവിക്കുമോ എന്നുള്ള വിഷയം, മുത്തലാഖിൻ്റെ പ്രശ്നം. അതിലാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ ഈ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ആ അഭിപ്രായ വ്യത്യാസം കാലാന്തരങ്ങളിൽ തുടരുകയും ചെയ്യുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അങ്ങനെ ഒരാൾ തൻ്റെ ഭാര്യയെ 3 തലാഖ് ഒന്നിച്ച് ചൊല്ലിയാൽ, 3 തലാഖ് ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് അനുവദനീയമാണ്, മുബാഹാണ്, ലാസിമുമാണ്. എന്താ മുബാഹും ലാസിമും എന്ന് പറഞ്ഞാൽ, അത് മുബാഹാണെന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ തലാഖ് ചെല്ലാം. ലാസിം എന്ന് പറഞ്ഞാൽ 3 സംഭവിച്ചു, അതാണ് 3 ചെല്ലൽ അനുവദനീയമാണ്, 3 ചെല്ലൽ പിന്നെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് 3 സംഭവിച്ചു. 3 തലാഖും ഒരാൾക്ക് തലാഖിൻ്റെ 3 അവസരങ്ങളും അത് അയാൾ വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഇമാം മാലിക്, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ്, അദ്ദേഹത്തിൻ്റെ പിൽക്കാല അഭിപ്രായം ഇത് മുഹറമാണ്. ഇങ്ങനെ തലാഖില്ല എന്നുള്ളതാണ് മുഹറമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തലാഖല്ല പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരാൾ തലാഖ് ചൊല്ലിയാൽ അത് ഹറാമാണ്, പക്ഷേ ലാസിമാണ്. എന്താ ലാസിമാണ്, അയാൾ ചെയ്ത് തെറ്റാണ്, ഹറാമാണ്, അയാൾക്ക് അതിന് കുറ്റം കിട്ടും, പക്ഷേ അത് ലാസിമാണ്. എന്താ, 3 തലാഖും സംഭവിച്ചു. ഇതിൽ മൂന്നാമത്തെ ഒരു അഭിപ്രായം ഇത് മുഹറമാണ്. തലാഖ് അങ്ങനെ ചെല്ലാൻ പാടില്ല, ഹറാമാണ്. പക്ഷേ എന്തേ സംഭവിക്കുള്ളൂ, 1 തലാഖേ സംഭവിക്കൂ. ഒരാൾ 3 ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 1 തലാഖേ സംഭവിക്കൂ. ഒരാൾ പറഞ്ഞ ഭാര്യനോട് പറഞ്ഞാൽ 100 തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാലും 3 തലാഖ് ചൊല്ലി എന്നാലും എത്ര ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് എത്ര സംഭവിക്കുള്ളൂ. ആ രീതി തെറ്റാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സുമ്മത്തല്ലഖ്തുമൂഹുന്ന, നിങ്ങൾ തലാഖ് ചൊല്ലിയാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്, തവണകളായിട്ടുള്ള തലാഖാണ്. ആ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെ ലംഘിച്ചുകൊണ്ട് ഇവൻ തലാഖ് ചൊല്ലിയത് കാരണത്താൽ, 3 ഒന്നിച്ച് ചൊല്ലിയത് കാരണത്താൽ അത് ഹറാമാണ്. പക്ഷേ 1 തലാഖേ സംഭവിക്കൂ, 1 തലാഖേ സംഭവിക്കും. ഈ അഭിപ്രായം സഹാബികളിൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം ഇതാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം ഇതാണ്. സഹാബികളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരഭിപ്രായം ഇതാണ്. അദ്ദേഹത്തിന് 2 കൗലുണ്ട് ഇബ്നു അബ്ബാസ്. ഈ ഒരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്, ഹറാമാണ്, ലാസിമാണ് എന്നുള്ളതുണ്ട്. പിന്നെ ഇബ്നു അബ്ബാസിനും ഈ അഭിപ്രായമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. ഈ അഭിപ്രായമാണ് താബിഈങ്ങളിൽ താവൂസ് ഇബ്നു കൈസാൻ, ഖിലാസ് ഇബ്നു അംർ, താബിഈങ്ങളിൽ പ്രസിദ്ധ പണ്ഡിതരാ. പിന്നെ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ്, പിന്നെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരിൽ ദാവൂദ് ബാഹിരി മദ്ഹബിൻ്റെ ഇമാമന്മാരിൽ ദാവൂദ് ബാഹിരിയുടെ അഭിപ്രായം ഏതാണ്? ഈ അഭിപ്രായമാണ് ഷിയാക്കളുടെ അഭിപ്രായം. അതാ ഷിയാക്കളിൽ
പ്രത്യേകിച്ച് ഇമാം മുഹമ്മദ് അൽ ബാക്കിർ ജാഫർ സാദിഖ് അവരുടെ അഭിപ്രായം ഇതാണ്. മുഹമ്മദ് അൽ ബാക്കിറിൻ്റെയും ജാഫർ സാദിഖിൻ്റെ അഭിപ്രായം ഇതാണ്. ഷിയാക്കളുടെ അഭിപ്രായം ഇതാണ്. മുഹമ്മദ് അൽ ബാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്, താബഈങ്ങളിൽ പ്രസിദ്ധനാണ്. അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹുസൈൻ്റെ മകൻ അലി സൈനുൽ ആബിദീൻ്റെ മകനാണ് മുഹമ്മദ് അൽ ബാക്കിർ. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കാരണത്താലാണ് അദ്ദേഹം അൽ ബാക്കിർ എന്ന് വിളിക്കപ്പെട്ടത്. മുഹമ്മദ് അൽ ബാക്കിർ ചികഞ്ഞന്വേഷിച്ച് വിജ്ഞാനം ആർജിച്ച മഹാൻ എന്നാണ് മുഹമ്മദ് അൽ ബാക്കിറിൻ്റെ അർത്ഥം. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അഭിപ്രായം ഇതാണ്, ഒരു തലാഖ് സംഭവിക്കുമെന്നുള്ളത്. ഈ അഭിപ്രായമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം ഇവരുടെയൊക്കെ അഭിപ്രായം എന്താണ്, ഒരു തലാഖ് സംഭവിക്കും. ഏതായാലും പിന്നെ ചില മുഅ്തസിലിയാക്കളുടെ ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ 3 തലാഖ് ഇല്ലെങ്കിൽ അത് ഒന്നുമല്ല എന്നാണ്. അത് തലാഖ് തന്നെ ആയിട്ട് തന്നെ പരിഗണിക്കാൻ പാടില്ല എന്നാണ്. കാരണം അത് പഠിച്ചവൻ പറഞ്ഞ തലാഖല്ല അയാൾ നിർവഹിച്ചു, അതുകൊണ്ട് പാടില്ല എന്നുള്ളത് അത് മുഅ്തസിലികളുടെ അഭിപ്രായമാണ്. അതിനൊരു വിലയല്ല. ഇതിൽ ഈ വിഷയം ഇതാണ് ലോകത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്ന ഒരു മസ്അല. ഇതിന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് അനുവദനീയമാണ്, അങ്ങനെ തലാഖിലുണ്ടെങ്കിൽ അനുവദനീയമാണ്, അത് പക്ഷേ ലാസിമാണ്, 3 തലാഖും സംഭവിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ഇമാം അഹമ്മദിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഹംബലി ഫുഖഹാക്കളിൽ അൽ ഖിറാഖി ഇമാം ഷാഫിയോടൊത്താണ് ഈ അഭിപ്രായത്തിലുള്ളത്. പക്ഷേ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, ഇമാം മാലിക് ബിൻ അനസ് അൽ അസ്ബഹി, ഇമാം അഹമ്മദിൽ നിന്ന് പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം ഒക്കെ എന്താണ്, ഇത് ഹറാമാണ്, പക്ഷേ 3 സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെ തലാഖെല്ലാം പാടില്ല, പക്ഷെ ചെല്ലിയിട്ടുണ്ടെങ്കിൽ 3 സംഭവിക്കും. പക്ഷേ ഇതിലൊരു സന്തുലിതമായ ശരിയോടടുത്ത അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ്. വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 3 തലാഖ് ചെല്ലിയതിന് റസൂലുള്ളാഹി ചോദിച്ചാൽ എങ്ങനെയാണ് തലാഖ് ചെല്ലിയത്? അപ്പോൾ 3 ഒന്നിച്ച് ഒരു മജ്ലിസിൽ വെച്ചോ ഒരു സദസ്സിൽ വെച്ചോ എന്ന് ചോദിച്ചപ്പോൾ റുക്കാനൻ്റെ സംഭവത്തിൽ പറഞ്ഞില്ലേ ഒരു സമയത്ത്. അപ്പോൾ റസൂൽ പറഞ്ഞത് അതൊരു തലാഖാണെന്നാണ് പറഞ്ഞത്. 3 തലാഖ് ചെല്ലിയതിന് റസൂൽ ഒന്നായിട്ടാണ് വിധിച്ചത്. അങ്ങനെ തന്നെയായിരുന്നു 3 തലാഖ് ചെല്ലിയിട്ടുണ്ടെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ആദ്യ വർഷങ്ങളിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു ആളുകൾക്ക് അവധാനതയുള്ളൊരു വിഷയത്തിൽ ആളുകൾ ധൃതി കാണിച്ചിട്ട് തലാഖിനി അതൊരു ഇതും കാണിക്കാതെ ഇങ്ങനെ 3 ചൊല്ലി എന്ന് പറയുമ്പോൾ അതൊരു പണിഷ്മെൻ്റ്, ഒരു ശിക്ഷയായിട്ട് ഉമർ എന്ത് ചെയ്തു, അത് മൂന്നും ആകെ പരിഗണിച്ചു. അങ്ങനെ അത് ആളുകൾക്ക് അവധാനത ഉണ്ടായിരുന്ന ഒരു വിഷയത്തിൽ ആളുകൾ തിരക്ക് കൂട്ടി, അത് കാരണത്താൽ അതിനെ 3 ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇനി 3 പരിഗണിക്കുമെന്ന് പറഞ്ഞ ആളുകൾക്കൊരു ശിക്ഷ എന്ന നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, 3 പരിഗണിച്ചു. 3 തലാഖിനെ അതാണ് ആര് സ്വീകരിച്ച്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ച്. പക്ഷേ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ അഭിപ്രായം ഉണ്ടല്ലോ, അത് അപ്പോൾ അതിനും മനസ്സിലാക്കാം പിന്നെ ഈ ആളുകളുടെ സമീപനത്തിനനുസരിച്ച് അവസ്ഥകൾക്കനുസരിച്ച് എന്ത് ചെയ്യാം, ഇതിലെന്ത് ചെയ്യാം, നിലപാടുകൾ ഭരണാധികാരികൾക്ക് എടുക്കാമെന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഈ മദ്ഹബിൻ്റെ പക്ഷപാതിത്വത്താൽ ഇതേ അഭിപ്രായമുള്ളൂ എന്ന് പറഞ്ഞതിന് മുറുകെ പിടിക്കുമ്പോഴാണ് പ്രശ്നം. അതില്ല എങ്കിൽ ഇതൊന്നും എന്താവില്ല, ഇങ്ങനത്തെ ഈ വർഗീയവാദികൾക്കും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കും കടിച്ചു കയറാനുള്ള ഒരു മസലായിട്ട് മാറൂല. പിന്നെ ഇതിൽ വലിയൊരു ചരിത്രമുണ്ട്. ഈ ഷിയാക്കൾ അവരുടെ അഭിപ്രായം ഇതാണല്ലോ, ജഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെയും മുഹമ്മദ് അൽ ബാഖിർ റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ അഭിപ്രായം ഇതാണ്. അത് കാരണത്താൽ ഉണ്ടായ ഒരു വലിയൊരു പ്രശ്നമുണ്ട്, മുസ്ലിമീങ്ങൾക്കുണ്ടായ ഒരു വലിയൊരു വേദന, നോവ്, ഒരു ചരിത്രമാണ്. നമുക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാൻ കഴിയുന്നില്ല. അലാ കുല്ലിൻ പിന്നെ ഈ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല സുമ്മത്തല്ലഖ്തുമൂഹുന്ന നിങ്ങൾ തലാഖ് ചൊല്ലിയാൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തലാഖാ? ഇങ്ങനെ 3 ചൊല്ലി 100 ചൊല്ലി ആ തലാഖ് അല്ല ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് തവണകളായിട്ടുള്ള തലാഖാണ്. അപ്പോൾ ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്തു, എന്നിട്ട് അവളുമായി അറയിൽ കൂടുന്നതിന് മുമ്പ് അവളെ തലാഖില്ല. ഞാൻ 3 ചൊല്ലി എന്ന് പറഞ്ഞാലും എന്തേ ആകുള്ളൂ, ഒരു തലാഖേ ആകുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها. ഇനി ഫമത്തിഊഹുന്ന വസർരിഹൂഹുന്ന സറാഹൻ, നമുക്ക് പിന്നെ ഞാനത് ഇതും പിന്നെ ചില അനുബന്ധ മസാലകളുണ്ട്, അത് പറയാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്.